കൂട്ടുകാരെ നമസ്കാരം. രാവിലെ കോട്ടയം വരെ പോകാൻ വേണ്ടി അത്യാവശ്യമായിട്ട് ഇറങ്ങിയതാണ്. നമ്മളെല്ലാം അറിയാം, നമ്മളെല്ലാം യാത്ര ചെയ്യുന്നവരാണ്. എല്ലാവരും ധൃതി പിടിച്ച് തിരക്കൊക്കെ കഴിഞ്ഞ് പെട്ടെന്നാണ് നമുക്ക് ഒരു സ്ഥലത്തേക്ക് എത്തേണ്ടത്. ആ സ്ഥലത്ത് ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ ഇറങ്ങിയെങ്കിലേ ഉള്ളൂ. ഇപ്പം 15 അല്ല, ശരിക്കും പറഞ്ഞാൽ അരമണിക്കൂറെങ്കിലും മുമ്പ് ഇറങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് പോകാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഞാൻ പുതുപ്പള്ളിയിലായിട്ട് വരുമ്പോഴത്തേന് കാണുന്നത് നിലയ്ക്കപ്പള്ളിയുടെ അവിടെ തൊട്ട് വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. നിങ്ങൾ ഇത് കണ്ടോ? നിലയ്ക്കപ്പള്ളി ആയില്ല, പൊയ്വള തൊട്ട് വാഹനത്തിന്റെ ചെറിയ നിര കണ്ട്. നിലയ്ക്കപ്പള്ളിയുടെ ഫ്രണ്ടിൽ പോലും ഞാൻ എത്തിയില്ല. അതിനു മുമ്പേ പുതുപ്പള്ളി മുഴുവൻ കുരുങ്ങിക്കിടക്കുന്ന കാഴ്ചയാണ്. എൻ്റെ കാര്യം പോട്ടെ, മറ്റുള്ള ഒരു ആംബുലൻസ് ഒക്കെ വന്നു കഴിഞ്ഞാലും രോഗികളും ഒക്കെ ആയിട്ട് വരുന്നവരും ഇതിലെ ഒരുപാട് ആൾക്കാർ സഞ്ചരിക്കുന്ന സമയങ്ങളാണ്, രാവിലെയും വൈകുന്നേരങ്ങളിലുമൊക്കെ. ആ സമയത്താണ് അതിഭീകരമായ ഗതാഗതക്കുരുക്കാണ് പുതുപ്പള്ളി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഓണത്തിൻ്റെ സമയത്തൊക്കെ എങ്ങനെയാവും എന്നറിയത്തില്ല. ഒന്നാമതെ ഇപ്പം ആൾക്കാരെ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചുകൊണ്ടിരുന്നൊരു വഴിയായിരുന്നു പഞ്ചായത്തിൻ്റെ മുൻവശം. അത് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് ഏറെക്കുറെ 5 വർഷത്തോളമായി. ഇപ്പോഴത്തെ രീതിയിലുള്ള അതിൻ്റെ പണി കണ്ട ഇനി ഒരു 5 വർഷം കൂടെ എടുക്കുമെന്നാണ് തോന്നുന്നത്. കാരണം അതുപോലെയാണ്, ഒച്ചയെഴുന്ന വേഗത്തിലാണ് അതിൻ്റെ പണി നടക്കുന്നത്. കണ്ടോ? അപ്പൊ നമ്മള് എങ്ങനെ ഞാൻ കോട്ടയത്തിനൊന്ന് പോകുന്നു നിങ്ങളൊന്ന് പറയാമോ? പിന്നെ ഒരു വഴി എന്ന് പറഞ്ഞാൽ പുതുപ്പള്ളി പഞ്ചായത്തിന്റെ വാതിൽ കൂടെ കിടക്കുന്ന വഴി, അത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമുക്ക് അതിലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ അതിലെ പെട്ടെന്ന് സൂപ്പർ മാർക്കറ്റിന്റെ അതിലെ ഇടത്തോട്ട് തിരിഞ്ഞ് ആ വഴി അങ്ങോട്ട് പോവുകയാണ്. പുതുപ്പള്ളിക്കാരെ സംബന്ധിച്ച് ഈ വഴി ഞാൻ പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ല. ഇതിലെങ്കിലും ഒരു വട്ടമെങ്കിലും പോയി നിങ്ങൾ തെറി പറയാത്തവരാരും കാണത്തില്ല. അതുപോലെ നാശാവസ്ഥയിൽ കിടക്കുകയായിരുന്നു. ഇത് ടെൻഡർ എടുക്കാൻ പോലും ആൾക്കാരില്ലായിരുന്നു. അതുകൊണ്ട് അടുത്തിടയിൽ ടെൻഡറിങ് എല്ലാം പൂർത്തിയായി, ഇതിന്റെ പണി ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടത്തേക്ക് വെള്ളക്കെട്ടാണ്. അത് പരിഹരിക്കാതെ ഒരു കാരണവശാലും ഈ വഴി എത്ര ചെയ്താലും പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. അതിന്റെ സൈഡിലെ ഓടയൊക്കെ ഉള്ള സ്ഥലമാണ് ഈ കാട് പിടിച്ച് കിടക്കുന്നത്. അതെല്ലാം അവിടെ കിടക്കുകയാണ്. അതുപോലെ വാട്ടർ അതോറിറ്റിയുടെ വർക്ക് നടക്കാനുണ്ട്. അതൊക്കെ ഇതിന്റെ അടിയിൽ കൂടെയാണ്. പഴയ കാലത്തെ നൂറ്റാണ്ട് ഈ വാർഡിലെ മെമ്പർ ജോബി MLA കൊണ്ട് വാട്ടർ അതോറിറ്റിക്ക് കത്ത് കൊടുത്താണ്. പൈപ്പ് ലൈനിന്റെ പണികൾ തീർക്കണം, ഈ വഴിപ്പണി തുടങ്ങുക എന്നൊക്കെ പറഞ്ഞ് കൊടുത്താണ്. പക്ഷെ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് നമുക്കറിയാവുന്നതല്ല, ടാറിങ് കഴിഞ്ഞ് മാത്രമേ അവര് ഏത് കാര്യത്തിനും ശ്രമിക്കത്തുള്ളൂ. കാരണം വെട്ടിപ്പൊളിക്കാൻ എളുപ്പമുണ്ടല്ലോ. അതാണ് ഇനിയും കാണാൻ പോകുന്ന കാഴ്ച. ഈ റോഡിന്റെ പണി തീരുമ്പം കാണാം. ഇപ്പം വളരെ പാടാണ് വണ്ടി കടന്നു പോകാൻ വേണ്ടി. അങ്ങനെ കടന്ന് അപ്പുറത്തെ റോഡിൽ ചെന്നപ്പോൾ അവിടെ തിരക്കില്ല. അതുവഴി നേരെ പുതുപ്പള്ളി കവലയിലോട്ട് ചെന്നിട്ടും തിരക്കില്ല. അപ്പൊ തിരക്ക് ഏത് ഭാഗത്താണെന്നറിയോ? നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ അകത്തോടെ കയറി ഇറങ്ങുന്ന അത്രയും ഭാഗത്താണ്. ആ ഓട്ടോ സ്റ്റാൻഡിന്റെ അവിടെ തൊട്ടേ വാഹനങ്ങള് പതുക്കെയാണ് പോകുന്നത്. അവിടെ ഇത് ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം എടുത്തതാണ്. മറ്റേത് രാവിലെ എടുത്ത വീഡിയോ ആണ്. ഇത് ഉച്ച കഴിഞ്ഞെടുത്താണ്. ആ സമയത്ത് തൊട്ടേ നിലയ്ക്കപ്പള്ളിയുടെ അവിടെ തൊട്ടേ ബ്ലോക്കായി. അങ്ങനെ ഞാൻ വണ്ടിയെ വരികയാണ്. ഞാൻ കഴിവതും കാർ ഉപയോഗിക്കാറില്ല. കാരണം കാർ എടുത്തുകൊണ്ട് നമുക്ക് ഒരു സ്ഥലത്ത് ഉദ്ദേശിച്ച സമയത്ത് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് മുഴുവൻ സ്കൂട്ടറിലാണ്. അപ്പോൾ ഇതുപോലെ മഴ പെയ്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസമൊക്കെ ഒരുപാട് നനഞ്ഞ്, അതുകൊണ്ടാണ് കാറേ വന്നത്. എന്നിട്ട് ഇവിടെ ഒന്ന് കടന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, 2 or 3 പ്രാവശ്യം ഓട്ടോറിക്ഷക്കാർ, അവർക്കാണ് ഒന്നാമത് ഒരു വഴിക്ക് പോകാൻ മേല. ഓട്ടോറിക്ഷയിൽ മിക്ക ദിവസം അവരെന്നോട് പറയും വണ്ടി പണിയുക. കാരണം പുതുപ്പള്ളിയിലെ മുഴുവൻ വഴിയും തകർന്ന് കിടക്കുകയാണ്. എത്ര രൂപ കൊടുത്ത് അവർ വണ്ടി പണി തിറക്കുന്നത്? അവരുടെ മിച്ചം വരുന്ന തുക കൊണ്ടാണ് അവരവിടെ ഈടെ ചെയ്തത്. ഇത് കണ്ടിട്ട് പോലും എത്രയോ പ്രാവശ്യം ഞാൻ വീഡിയോ എടുത്ത്. അതുപോലെ ഇത്രയും ഭാഗത്തോടെ വാഹനങ്ങളുമായിട്ട് ഒരു സ്ത്രീകളൊക്കെ പോകുന്ന വളരെ പേടിച്ചാ പോകുന്നത്. അവിടെ ഒരു കുത്തിറക്കം. ഇത് മണ്ണിട്ട് ഉയർത്തിയിട്ട് വേണമായിരുന്നു ഇവിടെ കോൺക്രീറ്റ് ചെയ്യാനെന്നുള്ളത് പഞ്ചായത്തിലുള്ള എല്ലാവർക്കും അറിയായിരുന്നു. അവരതിന്റെ എഞ്ചിനീയർ വരെ വന്ന് പറഞ്ഞതാണ് ഇത് മണ്ണിട്ട് ഉയർത്തിയിട്ട് മാത്രമേ ഇവിടെ ചെയ്യാവുള്ളൂ. പക്ഷേ കുറച്ച് വ്യക്തികളുടെ താല്പര്യാർത്ഥം ചെയ്ത പണിയാണ് ഈ ലോക്ക് കട്ട ഭാഗി. അതുപോലെ ഇവിടുന്നൊക്കെ ഒന്ന് വണ്ടി ഒടിച്ചു പോകണമെന്നുണ്ട്. വാഗമണ്ണിക്കൂടെയൊക്കെ പോകുന്നെന്ന് പറഞ്ഞ പോലെയാണ്. ബസ്സൊക്കെ ഇവിടെ അറിയാൻ മേലാത്തവരൊക്കെ വരുമ്പോൾ ഒന്ന് ചവിട്ടി നിർത്തും. തൊട്ട് പുറകെ വരുന്ന ഭാഗ്യമുണ്ടെങ്കിൽ അവർ രക്ഷപ്പെടും. കാരണം വലിയ വണ്ടികൾ ഇപ്പം ടോറസിന്റെ ഒക്കെ വീലൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരുന്നു. പണ്ട് കാലത്തെ പോലെയല്ല, എത്രയോ വീലുള്ള വാഹനങ്ങളാണ് കടന്നു വരുന്നത്. അവരൊക്കെ കഴിവതും മെയിൻ റോഡ് റൺവേ തെറ്റിച്ചാണ് പോകുന്നത്. അപ്പം ഇതുവഴി ഒന്ന് കടന്നു വന്ന് ഇവിടെ ഒടിച്ചെടുക്കാനുള്ള പാടുകൊണ്ടാണ് മിക്കവരും പോകുന്നത്. അതുപോലെ തടിലോറികളൊന്നും, ഒരു കാരണവശാലും തടിലോറികളൊന്നും ഇതിലെ ഇറങ്ങി വരത്തില്ല. അത് മിക്കവർക്കും അറിയാവുന്ന കാര്യമാണ്. പഞ്ചായത്തിൽ ഇരിക്കുന്നവർക്കും അറിയാവുന്നതാണ്. അത്രയും ലോഡുമായിട്ടൊന്നും വന്ന് ഇവിടെ വന്ന് നിർത്തി കഴിയുമ്പോഴത്തേന് ഇവിടെയൊക്കെ പെട്ടെന്ന് ഈ റോഡിൽ ഒരു വണ്ടി കയറി വരുമ്പോൾ അവിടെ ചവിട്ടി നിർത്തേണ്ടി വരും. ആ സമയത്താണ് അപകടം ഉണ്ടാകുന്നത്.
തകർന്നു കിടക്കുന്നത് നിങ്ങൾക്കറിയാം. അവിടെ വാഹനങ്ങൾ പതുക്കെ ഇറങ്ങത്തുള്ളൂ. അപ്പൊ അവിടത്തെ ഒരു ബ്ലോക്ക്, അത് കഴിയുമ്പോഴത്തേന് ബസ് സ്റ്റാൻഡിന്റെ അവിടുന്ന് താഴോട്ടുള്ള വഴി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതുപോലെ ദുർഘടം പിടിച്ച ഒരു പാത, അതിലെയാണ് ഈ കണ്ട വാഹനങ്ങൾ, ഭാരവാഹനങ്ങൾ അടക്കം എല്ലാം പോകുന്നത്. ഒരു വലിയ ലോറി കൂടെ, ടോറസും കൂടെ കയറി വന്നാല് അവിടെ കുരുങ്ങുമെന്നുള്ളതിന്റെ അകത്ത് യാതൊരു സംശയമില്ല. അപ്പൊ എന്തേ കണ്ടല്ലോ, ഒരു ടോറസ് അവിടുന്ന് ഇറങ്ങി വരുന്നതാണ്. അപ്പം ഒരു ടോറസ് കയറി വരികയാണ്. അവർ ഒറ്റയടിക്ക് കയറി പോകത്തില്ല. ഇതൊക്കെ ഈ ട്രാഫിക് നിയമങ്ങളൊക്കെ നോക്കി റോഡ് പണിയൊക്കെ ചെയ്യുന്നവർ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വേണ്ട ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. കണ്ടോ, ഇതിന് ചെറിയ വില ഉള്ളു കേട്ടോ. ഇത് ഏറ്റവും ചെറിയ വണ്ടിയാണ് ടോറസിന്റെ. ഇതിന്റെ വലിയ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ പുതുപ്പള്ളിക്കവല പോലും തിരിയാൻ പറ്റുകയില്ലാത്ത പോലെ ഉണ്ട്. അപ്പൊ നമ്മുടെ നാട് ഒന്നിനൊന്നിന് പുറകോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. പുതുപ്പള്ളിയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് അബുദാബിയിൽ നിന്ന് വന്നിട്ട് എന്നോട് പറഞ്ഞ് 50 വർഷം മുമ്പ് ഞാൻ പുതുപ്പള്ളി വന്നപ്പം ഇതുപോലെ തന്നെയാണ്. ഇപ്പോഴും പുതുപ്പള്ളിക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല. അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഇപ്പൊ ഒരു വിധത്തിൽ ഇതിലെ വാഹനം ഓടിക്കാൻ വേണമെന്ന് അദ്ദേഹം പറയുന്നത്. അത് സത്യമാണെന്ന് തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അടിക്കൊന്നും ഇപ്പോഴത്തെ ടോറസ് ഒന്നും അതിൽ ഇറങ്ങി പോകത്തില്ല. അതുപോലെ ബസ്സും ഒക്കെ അതിലെ വരുമ്പോഴത്തേന് ഒരു കാരണവശാലും ബസ്സുകാരൊക്കെ ഒന്ന് ചവിട്ടി നിർത്തിയിട്ട് മാത്രമാണ് അവിടെ ഇറങ്ങുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ തൊട്ട് പുറകെ വരുന്ന വാഹനയാത്രക്കാർ സൂക്ഷിച്ചില്ലെങ്കിൽ അവിടെ അപകടം ഉണ്ടാവും. അപ്പൊ നമ്മുടെ പുതുപ്പള്ളി, ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല, നമ്മുടെ പുതുപ്പള്ളി കവലയില് ഒരു ട്രാഫിക് സിഗ്നൽ ലൈറ്റ് വെക്കാൻ വേണ്ടി ഇതുവരെ ആർക്കും ഒരു താല്പര്യവും ഇല്ല. അങ്ങനെ ഒരു കാര്യം ചെയ്തു നോക്കാനുള്ള ഒരു ഇതില്ല. പുതുപ്പള്ളി കവലയിൽ കുറച്ചുനാൾ മുമ്പ് ആ റോഡ് BMBC നിലവാരത്തിൽ ടാർ ചെയ്ത് വന്ന സമയത്ത് സിഗ്നൽ ലൈറ്റ് അവിടെ PWD പ്രൊവൈഡ് ചെയ്താണ്. അതിനുവേണ്ടി അതിന് കോൺക്രീറ്റും ചെയ്ത് ഇപ്പൊ നിങ്ങൾക്ക് കാണാം, അവിടെ ലോട്ടറി വിൽക്കുന്നിടത്ത് ഒരു കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ കാലുറപ്പിക്കാൻ വേണ്ടി, സിഗ്നൽ ലൈറ്റ് ഉറപ്പിക്കാൻ വേണ്ടി. അപ്പൊ കവലയിൽ ഒരു നല്ല സിഗ്നൽ ലൈറ്റ് വെച്ച് നോക്കി അത് എന്തുകൊണ്ട് വിജയിക്കുകയോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നോക്കാൻ പോലും ആർക്കും താല്പര്യമില്ല. എന്തിനാണ് ഈ വളഞ്ഞു ചുറ്റി അതിലെ കയറി ഇറങ്ങി ഒന്നാതെ ആ ബസ് സ്റ്റാൻഡ് താഴോട്ടുള്ള വഴി എങ്ങനെ ഇറങ്ങുമെന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ചു. അവിടെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തുകളിലും മറ്റൊക്കെ ഒരു ട്രാഫിക്കുമായിട്ടുള്ള പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്ന സമയത്ത് ആ കവലയിൽ ഒരുപാട് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ട്, ടാക്സി ഡ്രൈവർമാരുണ്ട്, ഇതുമായിട്ട് സ്ഥിരമായിട്ട് നിൽക്കുന്ന വ്യാപാരികളുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ പുതുപ്പള്ളി കവലയിൽ നിൽക്കുന്നവർക്ക് മാത്രമേ പുതുപ്പള്ളി കവല എന്താണെന്നും അവിടുത്തെ ഗതാഗതക്കുരുക്ക് എന്താണെന്നും എല്ലാം അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പം പുതുപ്പള്ളി കവലയിലെ വ്യാപാരികളെ സംബന്ധിച്ച് അവർക്ക് ഒരു കച്ചവടം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്കാണ്. കാരണം ഒരു കടയുടെ വാതിക്കെ പോലും ഇപ്പോഴത്തെ ഈ ട്രാഫിക് പരിഷ്കാരം കൊണ്ട് ഒരു കടയുടെ വാതിക്കെ പോലും വണ്ടി നിർത്തി സാധനം മേടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ടാണ് പുതുപ്പള്ളി കവലയിലോട്ട് സാധനം മേടിക്കാൻ ആരും വരാതെ എല്ലാവരും മറ്റു ദൂര സ്ഥലങ്ങളിൽ വാഹന പാർക്കിംഗ് ഉള്ളിടത്തോട്ട് പോട്ടെ. നമുക്കിപ്പം ബസ് സ്റ്റാൻഡിന്റെ അവിടെ നിങ്ങളോട് ഞാനെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. ബസ് സ്റ്റാൻഡിന്റെ അകത്ത് വാഹനം നിർത്തുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ വാഹനം നിർത്തുമ്പോൾ അവിടെ കുരുക്കാവും. പുതുപ്പള്ളി കവലയിൽ ഞാൻ പല പ്രാവശ്യം വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ്. ഏറെക്കുറെ 1/2 കിലോമീറ്ററിനുള്ളിൽ 5 ബസ് സ്റ്റോപ്പാണ് പുതുപ്പള്ളിയിലുള്ളത്. അത് തന്നെ പുതുപ്പള്ളിയുടെ ഏറ്റവും വലിയ ശാപമാണ്. ഇതിനൊന്നും മാറ്റം വരുത്താനോ ഈ ട്രാഫിക് കുരുക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാൻ പോലും ആരും ശ്രമിക്കുന്നില്ലെന്നുള്ളത് വളരെ കഷ്ടമുള്ള കാര്യമാണ്. കാരണം ആംബുലൻസ് ഒക്കെ പാഞ്ഞു കഴിയുമ്പോഴത്തേന് രോഗികളൊക്കെ ആയിട്ട് പോകാൻ, നമുക്കാണെങ്കിലും മേലാതെയൊക്കെ വരുന്നവരെയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിലോട്ട് പോകാൻ ഓട്ടോറിക്ഷക്കാരാണ് ഏറ്റവും കൂടുതൽ പുതുപ്പള്ളി ദുരിതം അനുഭവിക്കുന്നത്. ഞാനും വർഷങ്ങൾക്ക് മുമ്പ് ഓട്ടോറിക്ഷ ഓടിച്ച് എനിക്കറിയാവുന്ന അതുപോലെ ഒരു വഴി പോകാൻ പറ്റുകയില്ലാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്. അപ്പം ഇവരുടെ പല സ്ഥലത്തുനിന്നും ആൾക്കാർ വണ്ടി വിളിക്കുമ്പോൾ ഇവർ പോകുന്നില്ലെന്നാണ് പറയുന്നത്. കാരണം പോകുന്നില്ലെന്ന് പറയുമ്പോൾ ആൾക്കാർ പരാതി കൊടുക്കും, ഇവരുടെ പേര് കേസ് വരും, വണ്ടി വിളിച്ചിട്ട് പോയില്ലെന്ന് പറയും. ഇവർ ഓടിക്കിട്ടുന്ന പൈസ മുഴുവൻ വർക്ക്ഷോപ്പിൽ കൊടുക്കുക എന്നാണ് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യം ആർക്ക് വേണേലും പരിശോധിക്കാൻ ഞാൻ 100% സത്യമായ കാര്യമാണ്. ഇവരുമായിട്ടെല്ലാം സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇതിനെപ്പറ്റി പ്രതികരിക്കാൻ ഇപ്പം ആരും തയ്യാറല്ല. കാരണം മിക്കവർക്കും ഒരു പ്രസ്ഥാനമൊക്കെ ആയിട്ട് ഇരിക്കുന്നവർ അവർ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവർ ഒറ്റപ്പെട്ടു പോകും. അവരുടെ പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ പോലും ആരുമില്ല. അതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. ഏത് കാര്യത്തിനും സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അതാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ ശാപവും. അതുപോലെ പുതുപ്പള്ളി കവലയെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, ഇടുങ്ങിയ ഒരു കവലയാണ് പുതുപ്പള്ളി കവല എന്ന് പറഞ്ഞാൽ. ഒരു ദിവസം 1000കണക്കിന് വാഹനങ്ങളാണ് വരുന്നത്. ഒരു പോലീസ് അധികാരികളെ 24 മണിക്കൂർ അവിടെ നിർത്താനും അവിടെ പോലീസിന് എയ്ഡ് പോസ്റ്റ് ഉണ്ടാക്കാനും അതിനൊന്നും ആർക്കും ശ്രമമില്ല. ഇതൊക്കെ ഇവിടുത്തെ അല്ല, മറ്റുള്ള സ്ഥലത്തെ മുഴുവൻ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് പുതുപ്പള്ളിക്കാർക്കെല്ലാം താല്പര്യം. അല്ല, പുതുപ്പള്ളിയെ പറ്റി ചർച്ച ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. അവിടെ കുറച്ച് ഡിവൈഡർ കൊണ്ടു വെച്ചിട്ടുണ്ട്. അത് തന്നെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനാണ് ഒരു കടയിലും നമ്മുടെ പുതുപ്പള്ളി കവലയുടെ തൊട്ട് സമീപം
സമീപത്തുള്ള സെൻട്രലിലുണ്ട്, അതുപോലെ ബെസ്റ്റ് ബേക്കറിയുടെ ഒക്കെ മുന്നിലിട്ട് കാറിട്ട് അവിടെ നിന്ന് ഇട്ടിട്ട് സാധനം മേടിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുണ്ട്. അതുപോലെ മിക്ക കടയുടെ ഫ്രണ്ടിൽ വരെ വാഹനങ്ങൾ ഇടായിരുന്നു. പക്ഷേ ഇപ്പം ഈ ട്രാഫിക്കിന് വേണ്ടി ഈ ഡിവൈഡർ വെച്ചിരിക്കുന്ന കാരണം ഒരിടത്തും വാഹനം നിർത്തി നമുക്കൊരു സാധനം മേടിക്കാൻ പോലും പറ്റാത്തൊരു അവസരമാണ്. അതുകൊണ്ട് പുതുപ്പള്ളിക്കവലയിലിരിക്കുന്ന കച്ചവടക്കാർ വെറുതെ ഈ കാഴ്ചകൾ കണ്ടിരിക്കുക മാത്രമാണ്. അത് ഒരു ദിവസം അധികാരികളെങ്കിലും പുതുപ്പള്ളിക്കവല തൊട്ട് രാവിലെ തൊട്ട് സന്ധ്യ വരെ നിൽക്കുകയാണെങ്കിൽ പുതുപ്പള്ളിക്കവല എന്താണെന്നും ഇവിടുത്തെ ട്രാഫിക് കുരുക്ക് എന്താണെന്നും മനസ്സിലാവും. അത് മിക്കവരും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. കാരണം അവരൊക്കെ വരുമ്പോൾ VIP-കളൊക്കെ വരുമ്പോൾ തന്നെ അവർക്ക് വഴി മാറി കൊടുക്കണമല്ലോ. അന്നേരം ഗതാഗതം ഭയങ്കര പോലീസുകാരൊക്കെ വന്ന് അന്നേരം ഗതാഗതം എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ പുതുപ്പള്ളി ഒരു പ്രശ്നമില്ല, ട്രാഫിക് ബ്ലോക്ക് ഇല്ല. ഈ മന്ത്രിമാരൊക്കെ ലൈറ്റ് ഇട്ട് പാഞ്ഞു പോകുമ്പോൾ അവരെ സംബന്ധിച്ച് ഇത് കണ്ടോ, ഇവിടെ ട്രാഫിക് ഇവിടുത്തെ വൺ വേ സംവിധാനം ഒരു മനുഷ്യൻ പോലും പാലിക്കുന്നില്ല. ഇപ്പം ഞാൻ ഇത് ഉച്ച കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് കണ്ടതാണ്. കവലയിൽ നിന്ന് തിരിച്ചു പോകുന്നത് കറുകച്ചാൽ റൂട്ടിലോട്ട് പോകുന്ന സമയത്തെ ബ്ലോക്കാണ്. ഇവിടെ ബസ് സ്റ്റാൻഡിന് മുന്നിൽ ഒരു വാഹനം കൊണ്ട് നിർത്തും. അതൊരു 10 മിനിറ്റ് അവിടെ നിർത്തി കഴിയുമ്പോൾ തന്നെ കവല മുഴുവൻ കുരുങ്ങും. അവിടെ പിന്നെ അതിൻ്റെ തൊട്ട് പുറകെ വണ്ടി ഇടുക, അതിൻ്റെ അപ്പുറത്തോടെ ഓവർടേക്ക് ചെയ്ത് കയറി പോകുമ്പോഴത്തേന് അവിടെ ഡിവൈഡർ വെച്ചിട്ടുണ്ട്, അവിടെയും കടന്നു പോകാൻ മേല. ഇത് കണ്ടോ, ഈ ഒരു ട്രാഫിക് കുരുക്ക് ഓരോ ദിവസം ചെല്ലും തോറും വർദ്ധിച്ചു വരുന്നതല്ലാതെ ഒരുപാട് സ്ത്രീകളാണ് എനിക്ക് മെസ്സേജ് ഇടുന്നത് ഈ പുതുപ്പള്ളിക്കവല വഴി. അവരെ സംബന്ധിച്ച് അവർക്കൊക്കെ ഒന്നും പരസ്യമായിട്ട് പ്രതികരിക്കാൻ പറ്റാത്ത സാഹചര്യം കൊണ്ടാണ്. എന്തുമാത്രം പേരെ ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അറിയാം. നമ്മളിത് ആരോടാണ് പറയുന്നത്? ഇതിനെപ്പറ്റി ബോധമുള്ള ആരെങ്കിലും പുതുപ്പള്ളി ഉണ്ടെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. പുതുപ്പള്ളി ഒരു അപകടം നടന്ന ഉടനെ കോട്ടയത്തു നിന്ന് പോലീസ് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിയും. പിന്നെ അവർക്ക് വലിയ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പം പുതുപ്പള്ളിയിൽ ഒരു 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു പോലീസിൻ്റെ എയ്ഡ് പോസ്റ്റ് അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആർക്കും ഇതിനകത്ത് താല്പര്യമില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ പുതുപ്പള്ളിയിലെ ഈ ട്രാഫിക് ബ്ലോക്കിനെ പറ്റിയും ട്രാഫിക് പരിഷ്കാരങ്ങളെ പറ്റിയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ടെങ്കിലും രേഖപ്പെടുത്തുക. ഇതെങ്കിലും കണ്ടാലെങ്കിലും കുറച്ച് ആൾക്കാർക്കെങ്കിലും വിവരം ഉണ്ടാകട്ടെ. അതോ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ.